നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള അത് ശരി, വലതുകാലം വെച്ചാണോ കയറി വരുന്നത്? ജയിലിൽ നിന്റെ തറവാട് കിട്ടും. സോറി സാർ, എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇടതുകാലം വെച്ചാ കയറേണ്ടതെന്ന്. ഞാൻ തിരുത്തിക്കോളാം സാർ. ഇതെന്തിനാ സാറേ? ഈ ജയില് നശിപ്പിക്കാനാണോടാ നിന്റെ പരിപാടി? അതിനാണോ ഇടതുകാലം വെച്ച് കയറിയത്? മനസ്സിലായി സാറേ, അതെന്നോട് നേരത്തെ പറയണ്ടേ സാറേ. ഞാൻ ചെയ്തോളാം. നീ എന്താടാ സർക്കസ് കാണിക്കുന്നു? ഇതെന്താ സാർ ഇങ്ങനെ? ആദ്യം വലതുകാലം വെച്ച് കയറിയപ്പോ എന്നെ തല്ലി, അപ്പൊ ഞാൻ ഇടതുകാലം വെച്ച് കയറി, അപ്പോഴും തല്ലി. ചാടി, അപ്പോഴും കിട്ടിയടി. കിട്ടിയല്ലോ. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? ഇതാണ് ജയിൽ. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നല്ല ഇടി കിട്ടും. സൂക്ഷിച്ചും കണ്ടു നിന്നാ നിനക്ക് കൊള്ളാം. കേട്ടോടാ. ഇതെന്തിനാ സാറേ? ഇതാടാ നടയടി. ജയിലിലെ പുതിയ അഡ്മിഷൻകാർക്കുള്ള സ്പെഷ്യലാ. ഇനി കേറിക്കോ. ഓൾ ദ ബെസ്റ്റ്. കേറണം. ആ ശരി, താങ്ക് യു. നല്ല അടി കിട്ടിയെന്ന്. മെയിൻ ഗേറ്റ് മുതൽ സെല്ല് വരെ കിട്ടി. പലരും അടിച്ചു, സകല ഉദ്യോഗസ്ഥന്മാരും അടിച്ചു. നന്നായി, അല്ലെങ്കിൽ അവനത് കിട്ടണം. കേട്ടപ്പോ എനിക്കൊരു മോഹം, ഈ അവസ്ഥയിൽ അവനൊന്ന് കാണണം. ജയിലിൽ പോയി അവനെ ഒന്ന് കണ്ടാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അത് വേണോ? എന്താ, വല്ല കുഴപ്പമുണ്ടോ? അല്ല, വെറുതെ അവന്റെ വാശി കൂട്ടണോ? അവന്റെ വാശിയും ദേഷ്യമൊക്കെ കൂടട്ടെന്ന്, എനിക്കെന്താ. എന്റെ സുധിയേട്ടൻ, എന്റെ അച്ഛൻ, ഈ രണ്ടുപേരെയും എന്നിന്ന് പറിച്ചെടുത്തവനവൻ. അങ്ങനെയുള്ള അവൻ ഇതുപോലൊരവസ്ഥയിൽ എത്തുമ്പോ അത് പോയെന്ന് കാണേണ്ടത് എന്റെ കടമയായിട്ടാ ഞാൻ വിചാരിക്കുന്നത്. എന്നെ പോലൊരു സാധു പെണ്ണ് വിചാരിച്ചാലും ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും എന്നവനെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം എനിക്ക് ഉപയോഗിക്കാമല്ലോ. സിദ്ധു വരണമെന്നില്ല, ഞാൻ തനിച്ചു പോയിക്കോളാം. ശരി, എന്നാ ഞാൻ അതിനുവേണ്ടി ഏർപ്പാടുകൾ ചെയ്യാം. പക്ഷേ സൂക്ഷിക്കണം, അവൻ എന്നേക്കുമായിട്ടൊന്നും അല്ല അകത്തായിരിക്കുന്നത്. അവൻ എപ്പോ വേണമെങ്കിലും അവിടുന്ന് തിരിച്ചു വരാം. ആ ബോധത്തോടെ വേണം അവനെ കാണാനും സംസാരിക്കാനുമെല്ലാം. ഞാൻ അവനെ വെല്ലുവിളിക്കാനൊന്നും പോകുന്നില്ല സിദ്ധു. ജയിലിൽ കിടക്കുന്ന ഒരുത്തന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നു എനിക്ക് നന്നായിട്ടറിയാം. വീട്ടിൽ വെച്ച് അവൻ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിത്യമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറയുമ്പോഴൊക്കെ അവൻ എന്നെ പരിഹസിക്കാറായിരുന്നു പതിവ്. എനിക്കും സിദ്ധുവിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എത്ര തവണ അവൻ പറഞ്ഞിരിക്കുന്നു എന്നറിയോ? ആ അഹങ്കാരം തീർന്നു എന്ന് എനിക്കൊന്ന് ചോദിക്കാലോ അവനോട്. ഇന്ന് തന്നെ ഞാൻ പോകും. സിദ്ധു അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു തന്നാൽ മാത്രം മതി. എന്നാ പിന്നെ ഞാനും വരാം. വേണ്ട സിദ്ധു, ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. തന്റെ ഇഷ്ടം അതാണെങ്കിൽ അതുപോലെ നടക്കട്ടെ. ആദ്യം ഞാൻ നിനക്കൊരു നന്ദി പറഞ്ഞോട്ടെ. നീ കാരണം എനിക്ക് ജയിലിൽ വരാൻ പറ്റിയല്ലോ.
സബ് ജയിലാ. കുറച്ചു കഴിയുമ്പോ നിന്റെ താമസം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമല്ലോ. അപ്പൊ എനിക്ക് അവിടെയും വരാൻ പറ്റും. പേടിക്കണ്ട, അധികം വൈകാതെ നിന്നെ നിന്റെ മറ്റവനെയും ഞാൻ ഇവിടെ എത്തിക്കും. ഇപ്പൊ ഇവിടെ വരെയല്ലേ വരാൻ പറ്റുള്ളൂ. ഇനിയേ അകവും കാണാം. എന്നിട്ട് അന്ന് ഞാൻ നിന്നെ കാണാൻ വരും. ഓഹോ, അത് ശരി. അഹങ്കാരത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ലല്ലോ. ഞാൻ കരുതിയത് ജയിലിൽ കിടക്കുമ്പോ മനുഷ്യന്റെ ഈ തിളപ്പ് ഒന്ന് അടങ്ങുന്ന. വെറുതെ അല്ലേ? പക്ഷെ നിന്റെ കാര്യത്തിൽ അത് തെറ്റി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ആഹാരമൊക്കെ കൃത്യസമയത്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നല്ല കിട്ടിയായിരുന്നോ ആവശ്യത്തിന്? നിർത്തടി. നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം? ജയിൽ എനിക്ക് സ്വന്തം വീട് പോലെ. വീട്ടിൽ കിടക്കുന്ന പോലെ ഞാൻ ഇവിടെയും കിടക്കുന്നു. ഇതിനകത്ത് കിടക്കുന്ന പലരും എന്റെ ചങ്ങാതിമാരാ. ഓ, അത് ശരി. അപ്പൊ എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഞാൻ കാരണല്ലേ വീണ്ടും ചങ്ങാതിമാരെയൊക്കെ കാണാൻ പറ്റിയത്? നിന്റെ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും ഇടികിട്ടാൻ ബാക്കിയില്ലെന്നാ ഞാൻ അറിഞ്ഞ വിവരം. പരമാവധി ഭംഗിയായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും തടവുകാരും കൂടി നിന്നെ നന്നായിട്ട് തല്ലിയെന്നും എനിക്കറിയാം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നെയും എൻ്റെ കുടുംബത്തെയും തൊട്ട് കളിക്കരുതെന്ന്. എൻ്റെ സുധിയേട്ടനെ ഇല്ലാതാക്കി. അച്ഛനോട് അതേ ക്രൂരത തന്നെ നീ ചെയ്തു. പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുവോടാ?